ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ് ഗൈസ്. ഇപ്പോൾ സമയം രാവിലെ 5:36. നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഞാനുണ്ട്, ആശാമയുണ്ട്, അപ്പുണ്ട്, ഇപ്പുണ്ട്. ഞങ്ങളപ്പം ഒന്നും നോക്കാതെ എങ്ങോട്ടോ പോവാണ് കേട്ടോ. അപ്പം ഗൈസ്, നമ്മൾ ഏകദേശം പന്തളത്തോട് അടുത്തായി. അപ്പം ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ് കേട്ടോ. റോഡ് സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി. അപ്പൂസിനും ചായ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നിർത്തി. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 3 ചായയും ഒരു 3 ചായയും ഒരു എന്താ പറയുന്നത്, എന്തോ 2 ചായ ഉള്ളതായിരുന്നു. 2 വെട്ട് കേക്കും 2 വെട്ട് കേക്കും വാങ്ങിച്ചതിന് നമുക്ക് 48 രൂപ കേട്ടോ. അപ്പം എന്താണെങ്കിലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. ഇവിടം വരെ ഒരു കുഴപ്പമില്ലാതെ എത്തി. ഇനി മുന്നോട്ടും ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുന്നു. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോ വാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി കേട്ടോ. 10 മണി ആയപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തി. ഞങ്ങളിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ് കേട്ടോ. കണ്ടോ, ശംഖുമുഖത്താണ്. അപ്പൂസുണ്ട്, ഇപ്പൂസുണ്ട്, ആശാമയുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ വന്ന് ഗൈസ്, മണ്ടയിൽ ആരും വരരുത്. ഒരു അബദ്ധം പറ്റി. നമ്മളിത് ടൈമിങ് നോക്കാതെ ചാടി വന്നതാണ്. ഇന്ന് എന്തുവാ, മ്യൂസിയം അടവാണ് അല്ലേ? പിന്നെന്തുവായിരുന്നു, അമ്യൂസ്മെന്റ് പാർക്കുകൾ എല്ലാം അടവാണ്. ഇന്ന് മണ്ടയിലെല്ലാം അടവാണ് കേട്ടോ. ഞങ്ങളൊന്നും നോക്കാതെ ചാടി കയറി പോരുന്ന കേട്ടോ ട്രിവാൻഡ്രം. എന്തായാലും നമ്മളിവിടെ ശംഖുമുഖത്ത് പോകാം. ഇനിയിപ്പോൾ ഇവിടെ വേളി ഒരു മറ്റേ വില്ലേജ് ഉണ്ട്, ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട്. അവിടെ പോകാം. അവിടെ ആകുമ്പോൾ വാട്ടർ സ്പോർട്സും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറാം. പിന്നെ അവിടെ നമ്മൾ പോകുന്നത് നോക്കാം. നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റുന്നിടത്തല്ലേ ഇന്ന് പോയിട്ട് നാളെ ഇവിടുന്ന് തിരിക്കും നമ്മൾ. എന്താണേലും എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നത്, എൻ്റെ ജീവിതം. ഗൈസ്, മറ്റേ സിനിമ ഡയലോഗ് പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ കുളമാവുമല്ലോ എന്നുള്ളത് കേട്ടോ. കറക്റ്റാണ് ഗൈസ്. ഇവിടെ നമ്മൾ ശംഖുമുഖം ബീച്ചിൻ്റെ ഇവിടെ വന്ന് ഇവിടെ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. സാറിന് ഇവിടെ ഇറങ്ങാമായിരുന്നു. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നത് നമ്മുടെ എന്താ പറയുന്നത്, ഓണത്തിനേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള മറ്റേ കല്ല് കെട്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അത് മാത്രമല്ല. ഇവിടെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ വന്ന് ചുളിയും കുത്തിയിരിപ്പുണ്ടല്ലോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര തിരയാണ് ഗൈസ്, തിരമാലകൾ. അയ്യോ, നമുക്ക് തിരിച്ചു പോകാം, അതാണ് നല്ലത്. ഇവിടെ കുറേ വലയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അണക്കുരുകൾ വന്നത് തെണ്ടി തിരിഞ്ഞൊക്കെ നടപ്പുണ്ട്, മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളൊരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ളൊരു കിളി കണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടുകൾ കൊണ്ടുണ്ടാക്കിയ കിളി. ഇതാണ് ഇവിടെ ശംഖുമുഖത്ത് കാണാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അവിടെ, ആ ഹെലികോപ്റ്റർ കാണാം. പിന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, പ്രസിദ്ധമായ ഒരു സ്റ്റാച്ചു, അതും ഒന്ന് കാണാം. അങ്ങനെ ശംഖുമുഖത്ത് വന്നിട്ട് മത്സ്യകന്യയെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ മത്സ്യകന്യനെ കണ്ടു. ഇനി ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ, അതും കൂടെ കാണുക. നമ്മളിവിടുന്ന് സ്ഥലം വിടുക, അതാണ് നമ്മുടെ പരിപാടി. അവിടെ ഗൈസ്, ഇതേ നമ്മൾ ഹെലികോപ്റ്ററിനടുത്ത് വന്ന് എൻ്റെ ഇവിടെ നിൽക്കുന്നത്. ഇത് ഒറിജിനലാണ് കേട്ടോ, ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കുന്നതാണ്. കോക്പിറ്റൊക്കെ നമുക്ക് കിടക്കാം. ഗൈസ്, നിങ്ങൾ ഈ മരം കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പുന്നക്കായ എന്ന് പറയാറ്. നമ്മൾ ഇതിൻ്റെ കാ വെച്ച് നമ്മൾ പണ്ട് ഗോലിയൊക്കെ കളിക്കത്തില്ലേ, മറ്റേ വട്ട് കളിക്കത്തില്ലേ, അത് വെച്ചിട്ട് കളിച്ചോണ്ടിരുന്നു. പുന്നക്കായ, ഇതിൻ്റെ കാ ഉണങ്ങി വീണ് കഴിയുമ്പോൾ അതെടുത്തിട്ട് കളിക്കാം. പക്ഷെ അതിൻ്റെ തോട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു അരിയുണ്ട്, അത് നമ്മളിങ്ങനെ കുലുക്കി ഇങ്ങനെ കേൾക്കുമായിരുന്നു. പുന്നക്കായ എന്ന് പറയും നമ്മളവിടെ. പിന്നെ ബദാം, എല്ലാവരും ബദാം എന്തുവാ ഉണ്ട്, ഉണ്ടല്ലോ അവിടെ കർണത്തുണ്ടല്ലോ.
ഗ്രീൻ കളറിലെ അത് ഉണങ്ങി വലുതാ. അതെ, ഇന്ത്യൻ ബദാം. ദാണ്ട താഴെ കിടക്കുന്നടാ. ഇവിടെ കണ്ടില്ല മരങ്ങൾ നിൽക്കുന്നത്, എന്താ അടിപൊളിയാന്ന് നോക്കിയേ. ഇതുപോലെ തണുപ്പ്, നല്ല ഷെയ്ഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റും, കയറാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ ഇത്. അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോയി ഗൈസ് ഇന്നത്തെ. സത്യമായിട്ടും വന്ന ഒരു കാര്യം നമുക്ക് നടന്നത്, നമുക്ക് ആപ്പാട് ഒരു ഇതായിപ്പോ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ആപ്പാടുള്ള ഇവിടെ ഒരു ലേക്ക്, വേളി ലേക്ക് വില്ലേജ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടോർണം. അത് ഇനി അടുത്ത് അങ്ങോട്ട് നമുക്ക് പോകണം. പിന്നെ അവിടെ വാട്ടർ സ്പോർട്സ് ആയതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ അമ്മച്ചി ഒന്നും പറയണ്ട. അവിടെ നിന്നുള്ളൊരു ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേ. എന്നാൽ വേറെ അമ്മച്ചാണെങ്കിൽ നമ്മളെ എന്താ പറയുക, ഉള്ള ഊട് വഴി കൂടെ എല്ലാം പിടിപ്പിക്കും. ഏതമ്മച്ചിയാ? നമ്മുടെ ഗൂഗിൾ അമ്മച്ചി. അത് എന്നും പണി തരാറുള്ള, എന്നും പണി തരാറുണ്ട്. എന്നാണ് ഞങ്ങൾ പോവാണ് ഗൈസ്. ഇവിടുന്ന് ഇനി അടുത്ത നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പം നമ്മളിനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ. ഓക്കെ, കണ്ടോ 2 പേരോടെ മരത്തേ കയറുന്നുണ്ട് കേട്ടോ. കട്ടുറുമ്പാടാ, കാട്ടുറുമ്പ്. അപ്പൂസ് അതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി കേട്ടോ. ഇപ്പം എങ്ങനെ ഇറങ്ങുമെന്നുള്ളത് അവനറിയത്തില്ല. ഇല്ലല്ലേ പോക്കോക്ക്. വെള്ളമുണ്ടോ? വാ പോവാം അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. വാട്ടർഫോൾ ഇവിടെ ഒന്നും ഇല്ല, അങ്ങ് ദൂരത്തോട്ടാ. ഇനി നമ്മൾ പോകുന്ന വഴിക്കേ ഉള്ളൂ. അങ്ങ് തിരിച്ച് വീട്ടോട്ട് പോകുന്ന വഴിക്കേ ഉള്ളൂ. വാ ഇറങ്ങ. വാ ഇവിടെ പോവാം, വാ. അതോ അവിടെ പോവാം, വാ. ഗൈസ് അങ്ങനെ നമ്മൾ വെട്ടുചിറപ്പള്ളി അല്ലേ, വെട്ടുചിറപ്പള്ളി അല്ലേ? അല്ല, വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ബീച്ചുണ്ട് കേട്ടോ. അവിടോട്ട് വന്നതാണേ. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തിരയാണ് കേട്ടോ. നല്ല തിരയാണ്. ഇനി വരെ കയറുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഇവിടെ വരെ കയറുന്നുണ്ട് കേട്ടോ. നല്ല വേലിയേറ്റമാണ്. നമുക്കിവിടെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, നമ്മുടെ ദേഹം മൊത്തം അഴുക്കാവും കണ്ടോ. ഇനി വരെ കയറുന്നുണ്ട് കേട്ടോ. കടൽക്ഷോഭം എന്നൊക്കെ പറയുന്നത് ആ സംഭവം. കുവൈറ്റിലൊക്കെ ആണെങ്കിൽ ഈ സംഭവം കാണാനേ ഇല്ല അല്ലേ ഗൈസ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇവിടുത്തെ ഈ മണ്ണിന് റോസ് കളറാണ് കേട്ടോ. റോസ് കളർ. അയ്യോ ഇടിഞ്ഞു പോകും കേട്ടോ. ഇടിഞ്ഞങ്ങോട്ട് വീഴുക, മണ്ണിടിഞ്ഞു വീഴും. അവിടെ പോ. നല്ല അങ്ങോട്ട് കുറേ വീടുകളൊക്കെയാണ് കേട്ടോ. അടിപൊളി. നോക്കിയേ കേട്ടോ, വീടുകളൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. ബോട്ടും വള്ളവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എല്ലാം ഡാമേജ് ആയിട്ടുണ്ട് വീടുകളൊക്കെ. കുറേയൊക്കെ ഇളകിപ്പോൾ ഈ കടൽക്ഷോഭം കാരണമായിരിക്കും. അതിന് കൊള്ളാം. ശരിക്കും ഇപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും എന്താ പറഞ്ഞ ദാണ്ട്രാ മീൻ ആണ്ടോ മീൻ കൊണ്ടുപോയി കേട്ടോ കാക്ക. ആ, ഒരു കാക്ക വന്ന് ജീവനുള്ള മീനെ കൊണ്ടുപോയി ഗൈസ്. ഈ വെള്ളത്തിൽ വരുന്നതാടാ മീന്. കേട്ടോ ഇത്രയും വെള്ളം കയറി വരുന്നുണ്ട് ഇവിടെ കേട്ടോ. കാക്കകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമോ നോക്കി നിൽക്കുന്ന കേട്ടോ. അപ്പൊ സന്തോഷം കണ്ടോ? ഇപ്പോഴും സന്തോഷം. അതെ, അത് ചക്കത്തോട് എങ്ങനെണ്ടാ? ഇപ്പൊ ഹാപ്പിയായി. ഇപ്പൊ ഇനി വരും കേട്ടോ. കടലല്ലാണ്ട് ഇപ്പൊ ഇനി വരും. ഇനി പോരും. വാ ഇങ്ങോട്ട് വാ ഗൈസ്. അങ്ങനെ നമ്മൾ വേലി ടൂറിസ്റ്റ് വില്ലേജിൽ വന്നു കേട്ടോ.
ഞാനും ആശാമ്മ അപ്പോൾ ഈ പൂസമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് പറയാം കേട്ടോ. 2 അഡൽസിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ വെച്ചിട്ടാണ് കേട്ടോ. 20, 40 രൂപ. പിന്നെ പിള്ളേർക്ക് 5 വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം 10 രൂപ. അപ്പം അങ്ങനെ മൊത്തം കൂടെ 50 രൂപ ആയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് എൻട്രൻസ് ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അകത്തോട്ട് കളിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കണ്ടിട്ട് ബീച്ച് സൈഡിലോട്ട് പോകാനായിട്ട് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു, വെയിലാണെന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ബോട്ടിനും കാര്യങ്ങൾക്കൊക്കെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഫീസാണ് കേട്ടോ. സെപ്പറേറ്റ് ഫീസാണ്. അത് അവർ അവിടെ ചെന്നിട്ട് നമ്മൾ എടുക്കണം. പിന്നെ അതുപോലെ ട്രെയിന്, മിനിയേച്ചർ റെയിൽവേ ഉണ്ട്, അതിന് സെപ്പറേറ്റ് ഫീസ്. അതെങ്ങാണ്ട് കുറച്ച് ടൈം ഉള്ളൂ, 15 മിനിറ്റത്തേങ്ങാണ്ട് ഒരു ഓട്ടോ ആണ് കേട്ടോ. രസമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഉണ്ടാവുമോ എന്നറിയത്തില്ല കേട്ടോ. മിനിയേച്ചർ ട്രെയിൻ ഉണ്ടോ, ട്രെയിൻ പാളവും ഉണ്ട്. നമുക്ക് വേണേൽ അകത്തേക്ക് കയറാം. ഒരു വരട്ടെ വന്നിട്ട് നമുക്ക് കയറാം. ഗൈസ് നോക്ക്, ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പൂസും കയറിയിട്ടുണ്ട്. അപ്പൂസും ഇതൊക്കെയാണ് അവന് ഇഷ്ടം. ഇതുപോലെ നടക്കുക കേട്ടോ. അവനെ കണ്ട 10 വയസ്സുണ്ടെന്ന് പറയൂ. ഇവിടേക്ക് എന്താ തണുത്ത കാറ്ററിയാം, നല്ല സുഖമായിട്ടോ ഗൈസ്. പിന്നെ ആഞ്ഞിലിച്ചൊക്കെ ഒന്നും തല വീഴാൻ നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും രസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇത്രയും എനിക്ക് അത്രയില്ല കേട്ടോ. വണ്ടി ഓടിച്ച് മടുത്ത് നമ്മുടെ പേത്ത ഗൈസ്, പേത്ത കേട്ടോ. ഫ്ലൈങ് ഡക്ക്, ഇതാണ് ഫ്ലൈങ് ഡക്ക്. ഇത് നല്ലതായിട്ട് പറക്കും കേട്ടോ. പറക്കുന്ന സാധനമാണ്, ഫ്ലൈങ് ഡക്കാണ് കേട്ടോ. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കി തരുക. ഇത് ഫ്ലൈങ് ഡക്കാണ്, ഇത് പറക്കും. ഇത് ഞാൻ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഈ സാധനം. ഇത് പറന്നു പോയിട്ട് എവിടെയെങ്കിലും പോയി മുട്ടയിടും. എന്നിട്ട് അവസാനം ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കുഞ്ഞുങ്ങളുമായിട്ട് വരും. അങ്ങനത്തെ പരിപാടിയാണ് അതിൻ്റെ. ട്രെയിൻ പാളം കണ്ടോ. എൻ്റെ ശംഖുണ്ട് കേട്ടോ. ശംഖ് കണ്ടോ, വലിയ ശംഖ് കടലിൽ നിന്ന് എടുത്തോണ്ട് വന്ന് വെച്ചേക്കുന്ന ആങ്കിള്. ശംഖുണ്ട്. ഇവിടെ മറ്റെന്തോ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞു, ആമയെ വളർത്തുന്ന കുളം. ട്രെയിനിൽ കയറാൻ അപ്പുറത്ത് അങ്കിളിൻ്റെ അടുത്ത് ചെല്ലണം. അവിടെ ചെന്നിട്ട് പൈസ കൊടുത്തിട്ട് വേണം കയറാൻ. പ്രതിമ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, അവിടെ ഒരു പ്രതിമയുണ്ട്. കയറാം. പ്ലെയിനാടി താണ്ട് പോന്നു ഗൈസ്. ഇൻഡിഗോ ഗൈസ്, ഇൻഡിഗോ പോന്നു ഗൈസ്. ഇൻഡിഗോ ഗൈസ് കണ്ടോ, നട്ടുച്ച വെയിലത്ത് പാർക്ക് കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ കുളമാവുമല്ലോ എന്ന് പറയുന്ന പോലെ ചേട്ടാ. ഓ അതാണ്ട ആമ, അതാണ്ട് ചോട്ടോ. അതാണ് ആമ ഗൈസ്. ഇതിൻ്റെ അകത്ത് അവിടെ ഒറ്റ ആമ. അല്ലടാ മീനുണ്ട്. താണ്ട അവിടെ ആ സൈഡ് കണ്ടോ. മീനുകൾ കണ്ടോ, ഇവിടെ പൊങ്ങി കണ്ടോ. താണ്ട അവിടെ ആ സൈഡ് ദാണ്ട് പൊങ്ങിയിരിക്കുന്നു. പൊങ്ങിയിരിക്കും. ദാണ്ട അങ്ങോട്ട് പോകും. ദാണ്ട് വെള്ളത്തിന്റെ മണ്ടയ്ക്ക് ചെറുതായിട്ട്. അതാണ്ട് ഇവിടെ ഉണ്ട്. ദാണ്ട് എൻ്റെ അടിയിൽ കൂടെ മീൻ നടക്കുന്നുണ്ട്. മീനുണ്ട്. ചൂടായോണ്ടാ പൊങ്ങി വരാത്ത. അല്ല പൊങ്ങി വന്നെ വൈകിട്ടാകുമ്പോഴത്തേന് പൊങ്ങി വരും ഗൈസ്. ഇവിടുത്തെ ഒരു പ്രതിമയാണ് കേട്ടോ. അടിപൊളി. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇതെന്താണ് ഇവിടെ അടിപൊളി സ്ഥലമാണല്ലോ വാച്ചേ. ഇവിടെ ഗൈസ് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പുഴിയാ അത് കേട്ടോ വാച്ച. അതാടി പുഴി, വേളി പുഴി ഇല്ലേ. ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന അവിടെയാ. അവിടെ തുറന്നു വിടുന്നത് മനസ്സിലായോ. പുഴി തുറന്നു വിടാന്ന് പറയത്തില്ലേ, അവിടെയാണ് ഗൈസ് പുഴി ഉള്ളത്. അവിടെ ആ മണ്ണ് മാറ്റിയിട്ട് ഈ വെള്ളം തുറന്നു വിടും. വെള്ളം അതായത് നമ്മുടെ അവിടുന്ന് വെള്ളം വലിയാതെ വരുമ്പോഴത്തേക്കിന് വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ലേ. അപ്പോൾ വെള്ളം വലിയാതെ വരുമ്പോൾ അവിടെ ഇത് തുറന്നു വിടും അങ്ങോട്ട് കടലിലോട്ട്. ആ പുഴി തുറന്നു വിടുന്നത് പണ്ട് നമ്മുടെ സ്പിൽവേയുടെ അവിടുത്തെ പുഴി തുറന്നു വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമല്ലായിരുന്നു അത്. കണ്ടോ ഗൈസ്, ഇതിൻ്റെ അകത്ത് നിറച്ച് മീനുകളാണ് കേട്ടോ.
തിലോപ്പിയും പിന്നെ നമ്മുടെ കരിമീനും, നാടൻ കരിമീനും. അത് എല്ലാം മുഴുത്ത കരിമീനുകളാണ്. കണ്ടോ കണ്ടോ നടക്കുന്നുണ്ടോ? ആണാണ്, സിലോപ്പി ഓർണം. ഒരു സിലോപ്പിയും ബാക്കിയുള്ള കരിമീനുകളും അതിന്റെ പുറകെ നടക്കുന്നത്. കണ്ടോ? അത് സിലോപ്പിയ, ഗിഫ്റ്റ് തിലോപ്പിയ. സിലോപ്പിയ അല്ല, ഗിഫ്റ്റ് തിലോപ്പിയ. ഇതിനകത്ത് ഇഷ്ടം പോലെ എന്താ പറയുന്നത് മീനുകളാണ് കേട്ടോ. തിലോപ്പിയാണ് കൂടുതലും, തിലോപ്പിയും മറ്റേ കരിമീനും. പിന്നെ എൻ്റെ ഇവിടെ നമ്മുടെ നുങ്ക് കിടക്കും. നുങ്ക് കൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നുങ്ക് ഇത് തേങ്ങയല്ല, ഇത് പനയുടെ മറ്റേ കായ, നുങ്കെന്ന് പറയുന്ന സാധനം. കൈസ് നിങ്ങൾക്ക് കാണാവോ എന്തും വേണ്ടി മീനാന്ന് നോക്കി? എൻ്റെ അകത്ത് സിലോപ്പിയ കേട്ടോ, തിലോപ്പിയും കരിമീനും യമണ്ട സാധനങ്ങളാണ് കേട്ടോ. ആണ്ട് ഒരു വലിയൊരെണ്ണം വെളുത്ത വൈറ്റ് കളർ വരുന്നുണ്ട്. അതെ, ചൂടായില്ലേ വെള്ളത്തിന് വരുന്നുണ്ട്. നോക്കി താട്ടെ എന്നാ വലിയ മീനുകളാന്ന് നോക്കി. ഈ നിൽക്കുന്നത് കറുവാപ്പട്ടയാണ് കേട്ടോ, കറുവാപ്പട്ടയുടെ മരമാണ് ഇത്. ഒറിജിനൽ കറുവാപ്പട്ടയാണോ എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ കറുവാപ്പട്ട. ശ്രീലങ്കൻ സിനിമൺ അല്ല ഇത്, ഇവിടുത്തെ ഇന്ത്യൻ. പക്ഷെ ഇത് എനിക്കറിയത്തില്ല നല്ലതാണ് ഇതിനെ പറ്റിയിട്ടുള്ളതൊന്നും എനിക്കറിയാം. ഇവിടുന്ന് സാധാരണ ആൾക്കാർ ഇവിടെ ചെത്തിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ വീട്ടിൽ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഗൈസ് ഇവിടെ കണ്ട് അപ്പൂസൊക്കെ എന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തോ നോക്കാവേ. എന്ത് ആ ഗൈസ് ഗൗരാമി കേട്ടോ, വൈറ്റ് ആൽബിനോ കേട്ടോ, പൊങ്ങി വരുന്നുണ്ടോ ഗൈസ്? കണ്ടോ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തും ഉണ്ടല്ലോ അതാണ്ട് സിലോപ്പിയും അല്ലേ, സിലോപ്പിയും പിന്നെ മറ്റേ ഗൗരാമീനും ഒക്കെ അല്ലേ. ആണോ? വൈറ്റ് വെള്ളാമയുടെ അതെ, പാത്തിരിക്കും. ആണ്ട് പാമ്പ്, ദാണ്ട്ര പുളകൻ, ദാണ്ട്ര ഇപ്പൊ പുളകൻ, ദാണ്ട്ര പുളകൻ ഇപ്പു പുളകനടാ. ഇപ്പൊ നീ പുളകനെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ കണ്ടോ? ഗൗരവമീൻ താണ്ട കണ്ട. ശരിയാ, അയ്യോണ്ട് വെള്ളം ചൂടാകുമ്പോ ഇത് പൊങ്ങി വരുന്ന ആടാ. ഓക്സിജൻ കുറയും. അല്ലടാ, വെള്ളം ചൂടാകുമ്പോ ഇതിന്റെ അകത്ത്, ഈ വെള്ളത്തിന്റെ അകത്ത് ഓക്സിജൻ കണ്ടന്റ് കുറയും. അപ്പൊ ഇത് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയാണ് ഈ മണ്ടയ്ക്ക് വരുന്നത്, അറിയോ? ഇപ്പൊ ഇത്രയല്ലേ വെള്ളം ഉള്ളൂ, ഇതിന്റെ അകത്ത് ഓക്സിജൻ കണ്ടന്റ് കുറയുന്നുണ്ട്. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. KTDCയുടെ തന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നമ്മളൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേളി എന്താ പറഞ്ഞേ, ഇതെന്തോ ഇതിൻ്റെ പേര്? വേളി ടൂറിസ്റ്റ് വില്ലേജ്. ടൂറിസ്റ്റ് വില്ലേജ്, വേളി ടൂറിസ്റ്റ് വില്ലേജിൽ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. നമ്മളപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മിനി ട്രെയിനും ഉണ്ട്. അപ്പോൾ അത് രണ്ടിലൂടെ കയറിയിട്ട് ഇനിയും ബാക്കി നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇവിടെ ബിരിയാണി കഴിക്കാൻ പറ്റില്ല, ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ, ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ചു നോക്കാം അല്ലേ. 200 രൂപയാണ് ഒരു ബിരിയാണിക്ക്. വാച്ച എന്താ പറയുന്നത്? വാച്ച നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റിയിട്ട് വാച്ചയുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. ഇല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അയ്യാണ്ടിപ്പോ ബോട്ടിംഗ് ഉണ്ട്, അതേ ഉള്ളൂ. അതാ ആയിത്തീറ്റി ഇവിടെ. വേറെ എന്താ എനിക്ക് വേണ്ടേ? ട്രെയിനോ? ട്രെയിനെ കൊണ്ടുപോകും. അത് 2 മണിക്കുള്ളൂ ട്രെയിൻ. പിന്നെ നമ്മള് പിന്നെ ലാസ്റ്റ് ബീച്ച്. അയ്യോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണ്ട ഞങ്ങളിങ്ങനെ കുറെ മറ്റേ നമ്മുടെ വേലി കടപ്പുറം വരെ പോയി നടന്നു, അവിടം വരെ നടന്നു. എന്നിട്ട് തിരിച്ചു നടന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിംഗ് ഉണ്ട്, ആ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ബുക്ക് ചെയ്യണം. ഇനിയിപ്പോൾ 4 പേർക്കുള്ള ബോട്ടുണ്ട്, അതെടുക്കുക, ഒന്ന് ഇറങ്ങുക, പോവുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വേണ്ട ഇപ്പൂസ് ഇങ്ങോട്ട് നടന്നു വന്ന്. ഇപ്പൂസ് അവിടെ ഒരു സ്ലൈഡിൽ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്.
റൈഡ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നിക്കറേ മൊത്തം വെള്ളം. അത് എന്നാ വെള്ളമാണെന്നറിയത്തില്ല. അത് നിക്കറിനാറ് മൊത്തം നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിഷമത്തിൽ നടക്കുവാണ് അവൻ. ഇപ്പം അവന് മാറി. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മളെ കയറ്റത്തില്ലല്ലോ. പിന്നെ എന്തായാലും എന്താ പറഞ്ഞാൽ നമുക്ക് സ്പീഡ് ബോട്ടും കൂടെ എടുത്ത് അത്തരം ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പുറത്ത് പോവാം. അല്ല ഇപ്പോൾ വെള്ളമാടാ നനഞ്ഞു കിടക്കുന്നതല്ലേ, വെള്ളം തന്നെ. മഴവെള്ളമായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കും. ദൈവത്തിനറിയാം മഴവെള്ളമാണോ. എന്തായാലും ഇതിൻ്റെ അകത്ത് ചെറിയ ഫീസാണ്. നമുക്കിവിടെ വരാം, ഇവിടെ വന്ന് നമുക്ക് കറങ്ങാൻ എടുക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കപ്പിൾസാണ് കേട്ടോ, ഫുള്ള് കപ്പിൾസ്. കോളേജിലും സ്കൂളിലും പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ എല്ലാം വന്നിരിപ്പുണ്ട് ഇവിടെ. ഇനിയും ട്രെയിന് എവിടെയെങ്കിലും പോകാനുള്ളവരാണോന്ന് അറിയത്തില്ല. എനിവേ എല്ലാവരുടെയും കയ്യിൽ വലിയ ലഗേജ് ബാഗൊക്കെ ആയിട്ടാണ് വന്നിവിടെ ചൊറിയും കുത്തി ഇതിൻ്റെ അകത്തൂടെ എല്ലാം നടക്കുന്നത്. പിന്നെ എന്താ പറയുക, ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാമൊന്നും പറയുന്നില്ല. എല്ലാവരും വന്ന് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അത് കഴിഞ്ഞ് പോവാം. എനിവേ ഇപ്പോൾ ടൈം പാസ് ആണെന്ന് ചോദിച്ചാൽ ടൈം പാസ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം കുഴപ്പമില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ എല്ലാം സൂക്ഷിച്ചേക്കുന്നത്. പിന്നെ ഇപ്പം വേളി ബോട്ട് ക്ലബ്ബ് ആൻഡ് വാട്ടർ സ്പോർട്സ്. ഇനിയിപ്പോൾ ആ പരിപാടിക്ക് നമ്മൾ നിൽക്കണം. ഇനിയിപ്പോൾ ആശാൻ വരട്ടെ, ആശാൻ വന്നിട്ട് നമുക്ക് അവിടെ പോയി ചോദിക്കാം. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിനാണ് പോയത്. അങ്ങനെ ഗൈസ് നമ്മളിത് വേളി അവിടുത്തെ എന്താ പറഞ്ഞ ടൂറിസ്റ്റ് വില്ലേജ് അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് അക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ എൻട്രി ഫീസ് അത്യാവശ്യം നമുക്ക് വരുന്നുണ്ട്. എൻട്രി ഫീസ് എത്ര വരുന്നത്? അഡൽട്ട് 2-ന് 50, 40 വരുന്നുണ്ട്. ചിൽഡ്രൻസിന് 25 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പേര് അങ്ങനെ 50. പിന്നെ ഇവിടെ ഒരു എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ സൈക്കിൾ പെഡലിംഗ് ഒക്കെ ഉണ്ട്, സിപ്പ് ലൈൻ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പോൾ അതേണ്ട ഇവിടെയാണ് എയർഫോഴ്സ് മ്യൂസിയം. അത് കാണാം, അത് കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ നമ്മളൊരു പെഡലിംഗ് എടുത്തിട്ടുണ്ട്, എന്താ തന്നെ ബോട്ട്. അപ്പോൾ അതും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സിപ്പ് ലൈൻ ഉണ്ട് ഒരു സൈക്കിളിൻ്റെ, അതും നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് പോകാം, എയർഫോഴ്സ് മ്യൂസിയത്തിലോട്ട് പോകാം. അയ്യോ, ഇവിടെ നമുക്ക് പോകാനുള്ള കുവൈറ്റ് എയർവേസ് കിടപ്പുണ്ട്. അപ്പം കുവൈറ്റ് എയർവേസ് കിടപ്പുണ്ട്. കുവൈറ്റ് എയർവേസ് കിടപ്പുണ്ടോ ഗൈസ്? കുവൈറ്റ് എയർവേസ് പോകാട്ടോ. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്, എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എൻട്രി ടിക്കറ്റ് ഇവിടുത്തെ സെക്യൂരിറ്റി അങ്കിളിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ താഴെ ഊരി ഇടണം കേട്ടോ. ചെരുപ്പൊക്കെ താഴെ ഇട്ടിട്ട് വേണം നമ്മൾ മണ്ടയ്ക്കോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. നമുക്ക് മണ്ടയ്ക്ക് നോക്കാം. ഓക്കെ.
ഇത് നമ്മുടെ ഫൈറ്റർ ജെറ്റിന്റെ റിയൽ എഞ്ചിനാണ് കേട്ടോ. ഇത് ഒരെണ്ണം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വർക്ക് ചെയ്യാത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റാഫേലിന്റെ ഒരിത്. പിന്നെ അവിടെ ഗൈസ് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ വന്ന് ക്രാഷ് ആയതാണ്. അത് അവിടെ ഇങ്ങനെ ഇരിക്കുക. പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ചുമ്മാ കേട്ടോ, തമാശക്കാണ്. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും എടുക്കാനും പറ്റി. റിയൽ ഗണ്ണുകളുണ്ട്, മിസൈൽ പോഡുകളൊക്കെ വെച്ചിട്ടുണ്ട് റിയലായിട്ടുള്ള. അപ്പോൾ അത് നമുക്കൊരു എക്സ്പീരിയൻസാണ്. നമുക്ക് കാണാൻ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഒറിജിനൽ റിയലായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ട് ചെയ്യണ്ടേ നമുക്ക്? വാ ആ സാരല്ല തൂത്ത്. അപ്പോൾ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിങ് കേട്ടോ. ഗൈസ് ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ പക്ഷേ ടീമായിട്ട് വരുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അത് നമുക്ക് സിംഗിൾ അല്ല 2 പേർക്കും 3 പേർക്കൊന്നും പറ്റത്തില്ല. ഈ വെള്ളം ചൂടായിട്ട് ഇരിക്കും. ഇതൊക്കെ എന്തോ നീന്താൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ നീന്തും ഇതിൻ്റെ അകത്ത് അല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ പെഡലിംഗ് ബോട്ട് കേട്ടോ ചെയ്യുവാണ്. ഇപ്പോൾ അപ്പുറത്തിരിപ്പുണ്ട്. ആശാമയുടെ ബൈക്കിൽ ഞാനും അപ്പവും കൂടാണ് ചവിട്ടുന്നത് കേട്ടോ. ആ അപ്പൊ നമ്മൾ സെന്ററായിരിക്കും. ലെഫ്റ്റിലൂടെ പിടിച്ച് ഇങ്ങനെ നേരെ പോകാം. ഇത് നമുക്ക് നേരെ പോകാം. അപ്പൂന് എന്തോ മീനെ കാണണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. ഇവിടെ മൊത്തം ഇതെന്തോ ഈച്ചയാടാ, ഈച്ച. നമുക്ക് പയ്യെ ചവിട്ടാടാ. കുറച്ചേരം ഇവിടെ നിന്ന് ചവിട്ടിയിട്ടൊക്കെ പോകും അല്ലേ ആശാമേ? ഇതെന്തോ ഈ കാര്യം ഗൈസ്. അപ്പൂസും പറഞ്ഞ് ഞങ്ങളടുത്ത് നിങ്ങൾ ഇനി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ ചവിട്ടിക്കോളാം, നിങ്ങൾ പുറകിൽ ഇരുന്ന് ആസ്വദിക്കാം, ഞങ്ങൾ എല്ലാം ചെയ്തോളാവുന്നു. കണ്ടോ അമ്മമാര് വളർന്നു ഗൈസ്. അപ്പനും അമ്മേനെയും പുറകിൽ ഇരുത്താറായി അമ്മമാര്. കണ്ടോ 2 പേരിരുന്ന് ആസ്വദിച്ച് ചവിട്ടുന്നുണ്ടോ? കണ്ടോ ഇപ്പൂസിന് പറ്റുന്നില്ലെങ്കിൽ എത്തി വലിഞ്ഞിരുന്ന ചവിട്ടുന്നത്. റൈറ്റ് കയറ്റിക്കോ. അപ്പോൾ എന്താണ് നമ്മളിവിടെ ബോട്ടിങ് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈൻ സൈക്ലിങ്. അതൊന്ന് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മണ്ടയ്ക്ക് കിടക്കണം. എന്താ അയ്യോ ഗൈസ്, ഞങ്ങൾ മണ്ടയ്ക്കോട്ട് കയറുവാണ് കേട്ടോ. മണ്ടയ്ക്കാണ് റോപ്പ് സൈക്ലിംഗ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മണ്ടയ്ക്കോട്ട് പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയേർഡായി കേട്ടോ. വെളുപ്പൻ 5 മണിയായപ്പോൾ എഴുന്നേറ്റാ. അവിടുന്ന് വണ്ടി ഓടിച്ച്
5:30 ആയപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ അന്ന് 10 മണിയായാലേ വാച്ചേ 10 മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പിന്നെ ഈ നടപ്പാണ്. സമയം ഇപ്പോൾ ഏകദേശം 4:17 ഇത്ര നേരമായിട്ടെങ്ങും നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പൂസ് കേറി ഇപ്പൂസ് അത്തേരം എങ്ങനെ ഇപ്പൂസിനെ കയറ്റി എത്തും എന്നുള്ളതാണ് കേട്ടോ. ഗൈസ് അപ്പോൾ ഇപ്പൂസ് ചവിട്ടി പോകുന്ന ചേട്ടാ. ഇപ്പൂസ് എങ്ങനെ ചവിട്ടി പോകുന്നു എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. എന്നാലും അവൻ എത്ര ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. നമ്മളാരും വിശ്വസിക്കത്തില്ല ആ ഇപ്പൂസ് ചവിട്ടാൻ പറ്റുമെന്ന് കേട്ടോ. ഓക്കെ എന്നെ ചവിട്ടി പോകുന്നുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ പോട്ടെ ചവിട്ടി പോട്ടെ. ബാബാ എന്നാ പറ്റി? ആ ആ അങ്ങനെ ചവിട്ടിക്കോ. ആ ആ അങ്ങനെ ചവിട്ടിക്കോ. ഓക്കെ ആ മതി. അങ്ങനെ ചവിട്ടി പോക്കോ കേട്ടോ. ആ നീ ഇച്ചൂടെ ഉള്ളു കേട്ടോ. ചേട്ടാ അപ്പം അപ്പുറത്ത് പോയി കയറിക്കോടാ. പോട്ടെ പോട്ടെ ഇച്ചൂടെ സ്വല്പം കൂടെ ഉള്ളു. യു ക്യാൻ. പോട്ടെ പോട്ടെ. ആ നേരെ നോക്കൂ. ആ അങ്ങനെ ചവിട്ടിക്കോ. ഇപ്പോ അങ്ങനെ ചവിട്ട്. ആ ആ പോട്ടെ പോട്ടെ പോവും പോവും. എത്തി 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 ഇച്ചൂടെ. ആ ആ പോട്ടെ. ആ സൂപ്പർ. അങ്ങനെ ഇപ്പൂസ് ചവിട്ടി. ഇപ്പൂസിനോട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പൂസിന് ഇറങ്ങി വരട്ടെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ്. അതെ ഇപ്പൂസിന് ഒരു ധൈര്യമാണ് കേട്ടോ. ഇപ്പൂസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കേട്ടോ. എന്തറിഞ്ഞിട്ടാണോ ഈ അവിടെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എന്തറിഞ്ഞിട്ടാണോ കേറി പോയത്. പെരുക്കെ ഇറങ്ങി വരണോ? ഡാഡി പറഞ്ഞോ അങ്ങോട്ട് തന്നെ ഇറങ്ങി വരുവോ? പെരുക്കെ ഇറങ്ങിയോ? ആ അപ്പൂസേ ഓക്കെ അല്ലേ? തന്നെ ഇറങ്ങുവോ? ഇപ്പൊ എങ്ങോട്ടായിരുന്നടാ? ഇച്ചിരി പേടിയുണ്ടായിരുന്നോ? അയ്യ പൊട്ടിയൊന്നും വീഴത്തില്ല. അത് അവര് ക്ലിപ്പ് ചെയ്തല്ലേ ഇവിടുന്നേ. അത് ആന്റി അത്ര ക്ലിപ്പ് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പൂസ് കേട്ടോ. അപ്പൂസ് പിന്നെ വലിയ ഇറക്കാനായിട്ട് കുഴപ്പമില്ല. അവൻ ചവിട്ടി പോക്കോളും. അപ്പൂസ് ചവിട്ടി പോകുന്നുണ്ടേ. അങ്ങനെ അഡ്വഞ്ചർ റൈഡ്. അതെ ആശാമ ചവിട്ടുന്ന ആശാമേ. ചവിട്ടുന്നോ? ഇല്ല എന്നാലും ഞാനില്ല. എനിക്ക് ധൈര്യം കുറവാ. അവിടെ വരെ ആ പൂസും ചവിട്ടി കേട്ടോ. വിളമ്പല് പോട്ടെ പോട്ടെ ചവിട്ട്. ആന്റി വന്നു. ആന്റി താഴെ ഉണ്ട്.
ഇപ്പൂസിനും ഫുഡ് സ്പാ ചെയ്യണം കേട്ടോ. ഫിഷ് സ്പാ അത് ചെയ്യണം. എന്നാ പിന്നെ ഫിഷ് സ്പാ ചെയ്യാം. ഫിഷ് പെഡിക്യൂർ ചെയ്യാം. ഇവിടെ കയറി നോക്കാം. ബാ. അങ്ങനെ അപ്പൂസും ഇത് ചെയ്യുവാണ് കേട്ടോ. ഫിഷ് പെഡിക്യൂർ ചെയ്യാൻ പോവാം. അവർ രണ്ടുപേരും നമ്മളപ്പോൾ അത് നോക്കിയിരിക്കും. ചിലപ്പോൾ എവിടെയാണ് അപ്പം നമ്മൾ രണ്ടുപേരും ഞങ്ങളത് നോക്കിയിരിക്കും. അയ്യോ എങ്ങനെ ഉണ്ടോ ക്യാഷ് രണ്ടുപേരും ഇവർ രണ്ട്. ഓക്കെ അവിടെ കാല് വാഷ് ചെയ്യണേ. ഇത് അത് വെച്ചിട്ട് കാല് വാഷ് ചെയ്ത നല്ലതായിട്ട് കഴിയും. ഫിഷ് പെഡിക്യൂർ ഫിഷ് പെഡിക്യൂർ ഫിഷ് പെഡിക്യൂർ, ഫിഷ് മസാജ്, ഫിഷ് ഈ പരിപാടികളൊക്കെ കേട്ടോ. ഇതെന്താ ഫിഷ് സ്പാ. നോക്കിയാ ഇപ്പൂസിന്റെ കാലം മൊത്തം കയറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൂസ് എന്നിട്ട് ഇക്ലി എടുത്തിട്ടാണ് അപ്പൂസിന് ഇക്ലി എടുത്തിട്ട് ഇവന്മാരെ കാല് നമ്മള് കാലിന്റെ വെള്ളം കഴുകി വൃത്തിയാക്കാനായിട്ട് പോകുമ്പോൾ തന്നെ ഇവന്മാര് കിടന്നോണ്ട് ഇക്ലി ഇടിയില്ല. മനസ്സിലായോ? അപ്പൊ അതേപോലാണ് ഈ ഫിഷ് വെച്ചിട്ടുള്ള പരിപാടി. എന്താണേലും ഇങ്ങനെ വിരലിങ്ങനെ അകത്ത് പിടി. കാലിന്റെ വിരലൊക്കെ അകത്ത് പിടി. അപ്പൊ കാലിന്റെ ഇടയ്ക്കൊക്കെ കയറി കടിക്കും. അത് കടിച്ചു തരും കേട്ടോ. അല്ല അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യും. നല്ല സുഖമല്ലേ? നീ അവിടെ അടങ്ങിയിരിക്ക്. അത് ഇങ്ങനെ കാറ്റ് താത്ത് വെച്ചാൽ മതി. നീ ഒത്തിരി താഴോട്ട് വരരുത്, വറ്റത്തോടെ വീഴും. വികാരപരിതേ ആശാമ പിള്ളേരുടെ കാര്യം ഇത് ചെയ്ത് കണ്ടുകൊണ്ട് ആശാമയ്ക്ക് ഒരാഗ്രഹം വരും കേട്ടോ. ആശാമയുടെ കാര്യം ഇന്ന് വൃത്തിയാക്കി കൊടുക്കും കേട്ടോ. നിങ്ങൾ കാലം അനക്ക, അപ്പൊ അത് വരും. നിങ്ങളും അനക്കടാ അപ്പൊ ഇപ്പൊ അടാ ഇപ്പൊ എല്ലാം അങ്ങോട്ട് വരും. കാലാണെങ്കിൽ കാലം വരുള്ളൂ. അത് ആണോ? ഒരുമാതിരി വൃത്തിയാക്കി. ആദ്യമേ തന്നെ കുറെ ആൾക്കാർ കയറി ഇറങ്ങി. ഓ ഇപ്പൂന്റെ കാലത്തോട്ട് കയറിയിട്ട് കുറെ. ഗൈസ് ഈ അട്ടേനെ കണ്ടോ ഗൈസ്? എന്നോ വലിയ അട്ടയാ നോക്കിയേ. എന്റെ പൊന്നെ ഓ എന്റെ പൊന്നെ അട്ടയുടെ അട്ട, വലിയ അട്ട. പോനെ നോക്ക് ഗൈസ്, ഇത് കണ്ടോ അട്ടയെ കണ്ടോ? എന്നോ വലിയ അട്ടയാ നോക്കിയേ. ഓ ഗൈസ് അങ്ങനെ ഞങ്ങളൊരു അത്യാവശ്യം കറങ്ങി തിരിഞ്ഞ് അവസാനം ഒരിടത്ത് ഞങ്ങൾ റൂം എടുത്തു ഗൈസ്. റൂം എടുക്കാൻ വേണ്ടി വന്ന വഴിക്ക് എൻ്റെ ദൈവമേ വഴി തെറ്റി കറങ്ങി എത്ര പേരെ തെരുവിളി കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിപ്പെട്ടത്. എൻ്റെ പൊന്ന് ഗൈസ്, ഈ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി വൃത്തികെട്ട വഴി കേട്ടോ. പ്രതീക്ഷിക്കാത്തടത്തൊക്കെ അറ്റേണ്. അതുകൊണ്ട് അത് പലതും മിസ്സായിപ്പോയി. അവസാനം ഞങ്ങൾ എൻ്റെ കിളി പോയി സത്യം പറഞ്ഞാൽ. ഒരു വണ്ടിക്ക് ഇട്ട് തട്ടി, അതിൻ്റെ കൂട്ടത്തിൽ വണ്ടിയെ പോയി ഇടിക്കാൻ പോയി. അവിടെ ആശാമേനെ 2 പേര് പറഞ്ഞ്, പിള്ളേരെയും പറഞ്ഞ് എത്തി. ഒരു വിധത്തിൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് വല്ലതും കഴിക്കണം, കിടന്നുറങ്ങണം. അയ്യോ മടുത്ത് രാവിലെ ഇറങ്ങിയത് 12 മണിക്കൂറായിട്ട് ഈ ഓട്ടമാണ്. അടുത്ത് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ
പുറത്തോട്ടൊന്ന് ഇറങ്ങിയാണ് നടക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിലെ മണിയടിയാണ് കേൾക്കാം കേട്ടോ. ഇവിടെ പ്രയറൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല മണമുണ്ട് ചന്ദനത്തിൻ്റെ. നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാം. ഏതാ ഏതാ അത്? പക്ഷേ വെജാ നോൺ വെജാ? നല്ല ഹോട്ടലിൽ പോകാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. പക്ഷേ ഇവന്മാർക്ക് അവിടെ വേണ്ട, വേറെ എവിടെയെങ്കിലും പോകാം. ഓക്കെ, എന്നാൽ പിന്നെ നടക്കാം. ഓക്കെ, നടന്നിട്ട് വരാം.